റാന്നി ഇട്ടിയപ്പാറയിൽ ജലനിരപ്പ് ഉയരുകയാണ്. പമ്പാ നദിയിൽ നിന്നും ജലം ഈ റാന്നി ഇട്ടിയപ്പാറ ഭാഗത്തേക്ക് ഒഴുകി എത്തുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം കെട്ടിടങ്ങളൊക്കെ മുങ്ങിത്തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും പോലീസുമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ആ കാണുന്ന കെട്ടിടത്തിൻ്റെ പകുതിയിലധികം വെള്ളത്തിൽ ആയി കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ഇത് റാന്നി ബൈപ്പാസ് റോഡാണ്. ഇപ്പോൾ ഇവിടെ ഗതാഗതം സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ കാണുന്ന ഗതാഗതവും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് ഈ ഭാഗമെല്ലാം പൂർണ്ണമായും വെള്ളത്തിലായിരുന്നു. അതിനുശേഷം മഴ അല്പം ഒന്ന് ഒഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നുള്ള അറിയിപ്പ് വന്നത്. അതോടുകൂടി ജനങ്ങൾ അല്പം ആശങ്കയിലാണ്. പമ്പാ നദിയുടെയും കക്കാട്ടാറിൻ്റെയും തീരങ്ങളിലുള്ളവർ അടിയന്തരമായി മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ രാത്രി റാന്നി പോലീസിൻ്റെ ഒരു അറിയിപ്പ് കൂടി വന്നിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും അറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് റാന്നിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ കാണുന്ന വെള്ളക്കെട്ട് അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർന്ന് കടകളിലേക്ക് കയറി പൂർണ്ണമായും വ്യാപാര സ്ഥാപനങ്ങൾ അത് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നിരുന്നു. 400-ലധികം വീടുകളിൽ ഇതിനോടകം റാന്നിയിൽ വെള്ളം കയറിയിരുന്നു. ഒപ്പം 250-ലധികം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയിരുന്നു. നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലും വെള്ളം കയറുമ്പോൾ അതിൻ്റെ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളം ഇറങ്ങിയപ്പോൾ ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഒക്കെ ഒഴിഞ്ഞു എന്നാണ് കരുതിയത്. പക്ഷേ ഇന്നലെ രാത്രി ശബരിമല വനമേഖലയിൽ വലിയ മഴയാണ് പെയ്തത്. ഒപ്പം ചിറ്റാർ സീതത്തോട് മലയോര മേഖലയിലും വലിയ മഴയാണ് പെയ്തത്. അങ്ങനെയാണ് പമ്പാ നദിയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തും എന്ന ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ കൂടുതൽ ജലം പമ്പാ നദിയിലേക്ക് എത്തിച്ചേരും. കക്കാട്ടാറിൽ കൂടി കൂടുതൽ ജലം പമ്പാ നദിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരും. ഇപ്പോൾ വ്യാപാരികളൊക്കെ വലിയ അവർ ആശങ്കയിലാണ്. സാധന സാമഗ്രികളൊക്കെ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളം കയറി പൂർണ്ണമായി നശിച്ച ഒരു വ്യാപാര സ്ഥാപനമാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിന് സമീപമുള്ളത്. ഓരോ നിമിഷവും ജലനിരപ്പ് ഉയരുമ്പോൾ ഇവരെ പോലുള്ള വ്യാപാരികൾക്കാണ് അത് കൂടുതൽ ആശങ്ക ഉളവാക്കുന്നത്. ഇപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ മാറ്റാനുള്ളൊരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. കടയെല്ലാം മുങ്ങിപ്പോയി, സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരുകയാണ്. വളരെ വേഗത്തിൽ ഉയരുകയാണ്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു അലർട്ട് കിട്ടി രാത്രിയിൽ. അതുകൊണ്ട് കുറച്ചൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ അലർട്ടൊന്നും കിട്ടിയില്ല. അത് കാരണം കട മുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. ഇപ്പോൾ ഏതായാലും അല്പം സാവകാശമുണ്ട് ഇതൊക്കെ മാറ്റുന്നതിനായിട്ട്. സാവകാശമുണ്ട്. അതല്ല രാത്രി 1 മണിയായപ്പോൾ ഫോണിനകത്ത് മെസ്സേജ് വന്ന കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കടയിലോട്ട് വരാനും പറ്റി. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പോലും പറ്റിയില്ല. കട മുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ വന്നറിഞ്ഞത്. വൻപിച്ച നഷ്ടമായിരുന്നു ഇന്നലെ. ഇപ്പോൾ ഇവിടെ ജലനിരപ്പ് ഉയരുന്നത് കാണാൻ സാധിക്കും. ഓരോ നിമിഷവും പെട്ടെന്ന് ഉയരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും പെട്ടെന്ന് ഉയരുന്നുണ്ട്. പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സാവകാശം കിട്ടുമോ? ഇതെല്ലാം മാറ്റുന്നതിനുള്ള സമയം കിട്ടും? ഇന്ന് സാവകാശം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. സാധനമൊന്നും ഇല്ല, എല്ലാം ഇന്നലെ നഷ്ടപ്പെട്ടു. ഇന്നൊരു 10% സാധനമേ ഉള്ളൂ. ഇന്നലെ 100% സാധനം നഷ്ടപ്പെട്ടു. വൻപിച്ച നഷ്ടമാണ്. 2 ദിവസമായിട്ട് കഴിഞ്ഞിട്ടേ കട തുറക്കുന്നുള്ളതെന്ന് തീരുമാനിച്ചേക്കുന്നത്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വന്ന് കയറിയാൽ പിന്നെ ഞങ്ങളല്ലേ കഷ്ടപ്പെടേണ്ടത്. ഇവിടെ ഒന്നും ആരും സഹായിക്കാനൊന്നും ഇതുവരെ ഒരു സന്നദ്ധ സംഘടനയും വന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വെള്ളം കയറി നാശനഷ്ടമുണ്ട്. നാശനഷ്ടമുണ്ടായി. എവിടം വരെ വെള്ളം കയറിയായിരുന്നു ഇവിടെ? അവിടെ ആ ബോർഡ് ഇരിക്കുന്നിടം വരെ, LED ബോർഡുള്ളിടം വരെ കയറിയായിരുന്നു. ഇറക്കി മാറ്റാനൊന്നും പറ്റിയില്ല. കുറച്ചൊക്കെ മാറ്റി, ബാക്കിയെല്ലാം പോയി. ഇപ്പോൾ ഏത് നിമിഷവും വെള്ളം ഇങ്ങോട്ടേക്ക് വരും. അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതെ, അത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അവിടെ വരെ വെള്ളമായി. കഴിഞ്ഞ പ്രാവശ്യം അത്രയും വെള്ളം ഇന്നലെ ഇതിൽ കൂടുതൽ ഇറങ്ങിപ്പോയതാണ്. വീണ്ടും വരുവാണ്. അത് എന്ത് ചെയ്യുക? മുന്നറിയിപ്പൊക്കെ ഇന്നലെ രാത്രി കിട്ടിയിരുന്നു അല്ലേ? ഞാൻ രാത്രി കിട്ടിയില്ല. ഇന്നലെ രാത്രി കിട്ടിയിരുന്നു. ഞാൻ നമ്മൾ അറിഞ്ഞതേ ഇല്ല. അറിഞ്ഞതേ ഇല്ല. 4:45 ഇവിടുന്ന് ഫോൺ വന്നപ്പോഴാണ് ഇവിടെ വരുന്നത്. മുന്നറിയിപ്പ് സംവിധാനമൊക്കെ കൃത്യമായിട്ട് തരണം അല്ലേ? അങ്ങനെയാണ് നമ്മളുടെ ആവശ്യം അല്ലേ? അത് സർക്കാരിൻ്റെ കടമയല്ലേ? ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ. ആരും ചെയ്യത്തില്ല. ഇന്നലെ പിന്നെ മുൻഗണന ഇത് പറഞ്ഞായിരുന്നു, മുന്നറിയിപ്പ് തന്നായിരുന്നു.
വ്യാപാര മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമാണ് റാന്നി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. വളരെ പെട്ടെന്ന് വെള്ളം കയറുകയായിരുന്നു. അതുകൊണ്ട് സാധന സാമഗ്രികളെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയി. അവർ വീണ്ടും വ്യാപാരം തുടങ്ങിയിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കകം വീണ്ടും ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. റാന്നിയിലേക്ക് കൂടുതൽ പമ്പാ നദിയിൽ കൂടി കൂടുതൽ ജലം എത്താനുള്ള സാധ്യതയുണ്ടെന്ന്. അതോടുകൂടി വ്യാപാരികളും ഇപ്പോൾ അവർ ഈ മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സാധന സാമഗ്രികളൊക്കെ മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഓരോ നിമിഷവും എത്രയോ വെള്ളമാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണ്. ഇതിപ്പോൾ നമുക്ക് കാണാം, ഇതൊരു ദേവാലയമാണ്, ഒരു ക്രൈസ്തവ ദേവാലയമാണ്. അതിൻ്റെ അകത്തേക്ക് വരെ വെള്ളം കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ കൂടി തുറക്കുന്നതോടുകൂടി വെള്ളം കയറുന്നതിൻ്റെ ആ ഒരു വേഗത വർദ്ധിക്കും. അതോടുകൂടി ഈ ഭാഗം മുഴുവൻ വെള്ളത്തിലാകും. ഇപ്പോൾ നമുക്കൊരു കിണറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതെല്ലാം പൂർണ്ണമായും വെള്ളത്തിലാകുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നില വരെ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയ ശേഷം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ഒരു ആശങ്കയിലേക്ക് റാന്നി പോയിരിക്കുകയാണ്. റാന്നി മേഖലയിൽ ഇപ്പോഴും നല്ല മഴ തന്നെയുണ്ട്, ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ശബരിമല വനമേഖലയിൽ ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്തത്. അതോടുകൂടിയാണ് മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.